Good evening, everyone. Good evening, sir. Okay, let's begin then. Last ക്ലാസ്സിൽ നമ്മൾ അഗസ്റ്റൻ പോയട്രിയുടെ ബിഗിനിങ് വരെ പഠിച്ചു അല്ലെ. നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കിയായിരുന്നു, പിന്നെ നിയോ ക്ലാസിസിസത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് എന്നും പറഞ്ഞു പൊളിറ്റിക്കൽ സോഷ്യൽ ഇവന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം എൻലൈറ്റൻമെന്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്. സോ വിൽ ബിഗിൻ വിത്ത് എൻലൈറ്റൻമെന്റ് ആൻഡ് മൂവ് ഓൺ ടു Augustan poetry and prose from Alexander Pope to Richard Brinsley Sheridan. So, speaking about enlightenment, enlightenmentum neoclassicism literary features എന്ന രീതിയിൽ നോക്കുമ്പോൾ എൻലൈറ്റൻമെന്റ് ശരിക്കും നിയോ ക്ലാസിസിസത്തിന്റെ ഒരു ഫിലോസഫിക്കൽ സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എൻലൈറ്റൻമെന്റ് ഫിലോസഫീസ് ആണ് വളരെ സ്ട്രോങ്ലി നിയോ ക്ലാസിസിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Enlightenment, in the form of a definition, we can say that a philosophical movement called for application of reason and extensive reformation. So it is a call for reformation. It was a call for a renewal in spirit, in literature, in all fields of art. So there are a number of features that actually contribute, that triggered such a political or social or artistic reformation. കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എൻലൈറ്റൻമെന്റിലേക്ക് നയിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾ റിനൈസൻസ് 14th സെഞ്ചുറിയിൽ കണ്ടു, റിനൈസൻസിന്റെ റീസൺസ് കണ്ടു. അതുപോലെ തന്നെയാണ് 17th സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ 18th സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ ശരിക്കും എൻലൈറ്റൻമെന്റ് സംഭവിക്കുന്നത്. ആ ഒരു ടൈമിലെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, എക്കണോമിക് ചേഞ്ചസ്, പ്രത്യേകിച്ച് കൊളോണിയലിസത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. കൊളോണിയലിസത്തിന്റെ ഒക്കെ ഒരു തുടങ്ങിയ ഒരു 1 സെഞ്ചുറി ആയിട്ടേ ഉള്ളൂ. അപ്പൊ എക്സ്പാൻഷൻ, കൊളോണിയൽ എക്സ്പാൻഷന്റെ ഒരു കാലഘട്ടമാണ്. പുതിയ ലാൻഡ്സ് അവർ കോൺകർ ചെയ്യുന്നു, പുതിയ ബിസിനസ് റിലേഷൻസ് ഉണ്ടാവുന്നു. അങ്ങനെ അതുപോലെ തന്നെ സയൻസ് വളരെ റാപ്പിഡ്ലി അഡ്വാൻസ് ചെയ്യുന്നു, എംപെരിസിസം വളരെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസിലേക്ക് നോക്കുമ്പോൾ ഡിഡറോ, വോൾട്ടയർ, ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു സമയം കൂടിയാണ് 18th സെഞ്ചുറി. സോ നമ്മൾ മേജർ ടെനറ്റ്സ് ഓഫ് എൻലൈറ്റൻമെന്റ് നോക്കുവാണെങ്കിൽ, ഐഡിയോളജീസ് ഓഫ് എൻലൈറ്റൻമെന്റ് നോക്കുവാണെങ്കിൽ, ഒന്ന് ഡെമോക്രസി, 2 ഈക്വാലിറ്റി, 3 ലിബർട്ടി, ടോളറൻസ്, മോണോതീസം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻലൈറ്റൻമെന്റിന്റെ ടെനറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് ശരിക്കും എൻലൈറ്റൻമെന്റ് സെലിബ്രേറ്റ് ചെയ്തത്. ഒന്ന് ഡെമോക്രസി നമുക്കറിയാം, നേഷൻ സ്റ്റേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ പോലും ഡെമോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഗവൺമെന്റ് ഈസ് ബീങ് ചോസൺ ബൈ ദ പീപ്പിൾ, ബൈ ദ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഒറിജിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെം ചെയ്യുന്നത് ശരിക്കും ഈ ഒരു സമയത്താണ്. എൻലൈറ്റൻമെന്റിന്റെ ഒരു ഔട്ട്പുട്ട്, എൻലൈറ്റ്മെന്റ് തോട്ട് പ്രോസസ്സിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് ബ്രിട്ടനിൽ പൊതുവെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പാർലമെന്റിന്റെ, ക്വീൻ ആനിന്റെ സമയത്തോടുകൂടി പാർലമെന്റിന്റെ കൂടുതൽ പവേഴ്സ് വെസ്റ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം പാർലമെന്റ് പഴയതുപോലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പീപ്പിൾസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഐഡിയ കുറച്ചുകൂടെ സ്ട്രോങ്ലി റീഇൻസ്റ്റേറ്റഡ് ഇൻ ദ പബ്ലിക് സ്ഫിയർ ഓർ പൊളിറ്റിക്കൽ സ്ഫിയർ ബൈ ദ ടൈം ഓഫ് 18th സെഞ്ചുറി, ബിഗിനിങ് ഓഫ് 18th സെഞ്ചുറി. അതുപോലെ തന്നെ ഈക്വാലിറ്റി, ലിബർട്ടി, ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ ഈ ഫീച്ചേഴ്സ് എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഡെമോക്രസി, ഈക്വാലിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റിയും ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മോട്ടീവ്സിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ ടോളറൻസ്, ബോത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ടോളറൻസ്, കൾച്ചറൽ ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ശരിക്കും ഉരുവാക്കപ്പെടുന്നു വരുന്ന എൻലൈറ്റൻമെന്റിന്റെ ഭാഗമായിട്ടാണ്, പ്രത്യേകിച്ചും റൂസോയുടെയും ഡിജറോയുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻസിലൂടെയാണ്. പിന്നെ മോണോതീസം, നമുക്കറിയാം ഇംഗ്ലണ്ട് വാസ്, അല്ലെങ്കിൽ യൂറോപ്പ് വാസ് ബേസിക്കലി എ കാത്തലിക് ഓർ ക്രിസ്ത്യൻ ബിലീവിംഗ് കോണ്ടിനെന്റ്. സോ അതുകൊണ്ട് തന്നെ മോണോതീസം വാസ് ഓൾറെഡി ദെയർ. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മോണോതീസത്തിലേക്കുള്ള ഒരു തിരിഞ്ഞ് ഒരു ബാക്കിംഗ് നമുക്ക് കാണാൻ പറ്റും ഈ സമയത്ത്. പോളിതീസ്റ്റിക് ആയിട്ടുള്ള റിലീജിയൻസിലെല്ലാം റിജക്ട് ചെയ്തിട്ട് മോണോതീസത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കി പ്രോമിനന്റ് ആയിട്ടുള്ള റിലീജിയൻസ് എല്ലാം ആ സമയത്ത് മോണോതീസ്റ്റിക് ആയിരുന്നു. യൂറോപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമൊക്കെ ആ സമയത്ത് ഒരുപാട് അഡ്വാൻസ് ചെയ്യുന്ന ഒരു സമയമാണ്, ഒരുപാട് പൊളിറ്റിക്കൽ എക്സ്പാൻഷന്റെ സമയമാണ്. സോ അതുകൊണ്ട് തന്നെ മോണോതീസ്റ്റിക് ആയിട്ടുള്ള ആശയങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്
വരുന്ന ഒരു ടൈം കൂടിയാണ് എൻലൈറ്റൻമെന്റ്. പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് നോക്കുവാണെങ്കിൽ 2 പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ശരിക്കും എൻലൈറ്റൻമെന്റിന്റെ ഇൻഫ്ലുവൻസിന്റെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന, ഐഡിയോളജിക്കലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന, ഐഡിയോളജിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന 2 മൂവ്മെന്റ്സ്. ഒന്ന് അമേരിക്കൻ റവല്യൂഷനും 2 ഫ്രഞ്ച് റവല്യൂഷനും. ഇത് രണ്ടും എൻലൈറ്റൻമെന്റ് ഫിലോസഫീസിൽ നിന്നും ഗ്രൂം ചെയ്തെടുത്തിട്ടുള്ള ഗ്രൂവ് ചെയ്തെടുത്തിട്ടുള്ള 2 മൂവ്മെന്റ്സ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ദേ ഓൾ ഷെയർ ദ സെയിം ഫീച്ചേഴ്സ്. പ്രത്യേകിച്ച് ഫ്രഞ്ച് റവല്യൂഷൻ. Who are the major Enlightenment philosophers? There are a number of people who can be counted as the philosophical forefathers of Enlightenment, philosophical inspirations of Enlightenment. അതിൽ ആദ്യത്തെ ആള് ഡെനിസ് ഡിഡറോയാണ്. ഡെനിസ് ഡിഡറോയുടെ ഏറ്റവും ഫേമസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയയാണ്. എൻസൈക്ലോപീഡിയ he published in 1751. It was a 35 volume of 35 volume of work, and it's a collective effort of over 100 French thinkers. ശരിക്കും ഇതിന്റെ പുറകിലുള്ള റാഷണൽ എന്ന് പറയുന്നത് all things must be examined and debated, investigated without exception and without regard for anyone's feelings. ഇതാണ് ആ ഡിഡറോയുടെ ശരിക്കും എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ആശയത്തിന്റെ പറയുന്നത്. അത് നോളജ് ബിക്കം മോർ പോപ്പുലർ, നോളജ് ബിക്കം മോർ അക്സസിബിൾ by this time of by the publication of encyclopedia. സോ അതായിരുന്നു അവരുടെ പർപ്പസ്. നോളജിനെ കുറച്ചുകൂടെ കോമൺ ജാനറിക് ആക്കി മാറ്റുക, അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് അക്സസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആക്കുക, അക്സസിബിൾ ആക്കുക, അതുപോലുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു മൂവ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ the central purpose of this work was to secularize learning. So there was a kind of very progressive thinking that learning should be secularized. അതായത് റിലീജിയനിൽ നിന്നും എഡ്യൂക്കേഷനെ ശരിക്കും ഡിസ്റ്റൻസ് ചെയ്യണമെന്നുള്ള ഒരു തോട്ട് was actually on discussion, അല്ലെങ്കിൽ thought was on ground at that point of time. So Diderot was one among them who actually enlightened or flared this kind of thoughts and philosophies. രണ്ടാമത്തെ മേജർ ഫിലോസഫർ ഓഫ് എൻലൈറ്റൻമെന്റ് വോൾട്ടയർ ആണ്. വോൾട്ടയറിന്റെ വർക്കുകളൊക്കെ ഫെമിലിയർ ആയിരിക്കും. കാൻഡിഡ് ഓർ ദ ഓപ്റ്റിമിസ്റ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പുള്ളിയുടെ കാൻഡിഡ് ഓർ ദി ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, ഹി വാസ് എ ഫ്രഞ്ച് ഫിലോസഫർ. പുള്ളിയുടെ ഏറ്റവും ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ഈ വർക്കിന്റെ കാൻഡിഡ് എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ ഓൾ ഫോർ ദ ബെസ്റ്റ് ഓർ ദി ഓപ്റ്റിമിസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയും. ആക്ച്വലി പോപ്പിനെ പോലുള്ള ന്യൂ ക്ലാസിസ്റ്റുകളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു വർക്കാണ് ശരിക്കും കാൻഡിഡ് എന്ന് പറയുന്നത്. പോപ്പ് നമുക്കറിയാം സ്ട്രോങ് ന്യൂ ക്ലാസിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ദീസ് ഫിലോസഫേഴ്സ് ലൈക്ക് ദീസ് പീപ്പിൾ ആക്ച്വലി തോട്ട് ബിയോണ്ട് ദീസ് നിയോക്ലാസിസിസം അല്ലെങ്കിൽ നിയോക്ലാസിസിസ് for a certain extent, like thought പോപ്പിന്റെ ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീയിങ് എന്ന് പറയുന്ന ഐഡിയ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ വോൾട്ടയർ. അടുത്ത മേജർ ഫിലോസഫർ എന്ന് പറയുന്നത് ജീൻ ജാക്കസ് റൂസോയാണ്. റൂസോയുടെ ഫേമസ് വർക്ക് സോഷ്യൽ കോൺട്രാക്ട്. റൂസോ കോൺട്രിബ്യൂട്ട് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് ലിബർട്ടി എന്ന് പറയുന്ന ഐഡിയ ആണ്. അത് ഫ്രഞ്ച് റവല്യൂഷനിലെ ഏറ്റവും വലിയ ഡിക്ഷൻസിൽ ഒന്നായിട്ട് മാറി, ലിബർട്ടി, ഫ്രീഡം എന്ന് പറയുന്നത്. ലിബർട്ടി സ്റ്റാൻഡ്സ് ഫോർ എ കൈൻഡ് ഓഫ് ഫ്രീഡം, a loosely defined idea of freedom. Man is born free but everywhere is in chain എന്ന് പറയുന്ന ഫേമസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നാണ്. അതുപോലെ സോഷ്യൽ ഇഷ്യൂസിൽ ഒരു കമന്ററി ആയിട്ട് ഒരുപാട് വർക്കുകൾ റൂസോ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് എംലി ഓൺ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് എ ട്രീറ്റി ആക്ച്വലി ഓൺ കറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എങ്ങനെ റിഫോം ചെയ്യപ്പെടണം, ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് എഴുതിയതാണ് എംലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് ട്രീറ്റി. പിന്നെ മറ്റൊരു വർക്ക് ജൂലി ഓർ ദ ന്യൂ ഹിലോയിസ്, അല്ലെങ്കിൽ പിന്നെ കൺഫെഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു വർക്ക് ഉണ്ട്, അത് പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഇതൊക്കെയാണ് റൂസോയുടെ വർക്കുകൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഫൈൻ. പിന്നെ ആ സമയത്തെ കുറച്ച് ഫീച്ചേഴ്സ്, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ തീസം വേഴ്സസ് ഡീസം ഒരു മേജർ ഡിസ്കഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. തീസം എന്ന് പറയുന്നത് ശരിക്കും പ്യുവർ റിലീജിയസ് ബിലീഫ് ആണ് തീസം എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസം. According to theism, there is a God which is the creator and sustainer of the universe and is unlimited with regard to knowledge, power, extension and moral perception. അതായത് ഗോഡിനെ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഓൾവേസ് പ്രസന്റ്, ഓൾവേസ് ആക്റ്റീവ് എന്ന് പറയുന്ന, ഓൾവേസ് ലുക്കിംഗ് ആഫ്റ്റർ അവർ ബിസിനസ്സസ്,
എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റിലീജിയനെ അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നതിനാണ് തീയിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും തീയിസ്റ്റിക് ആണ് for a certain extent. Many religions are theistic, and many believers are theistic. So if you believe that God is controlling everything, God is monitoring every second, that is called theism. ഡീസം എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡീസം കുറച്ചുകൂടെ ട്രാൻസെൻഡന്റലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ട്രാൻസെൻഡന്റലിസം ഉണ്ടാവുന്ന ശരിക്കും ഡീയിസ്റ്റിക് ഫിലോസഫിയിൽ നിന്നൊക്കെയാണെന്ന് പറയാൻ പറ്റും. നിയോ ക്ലാസിസിസ്റ്റുകൾ മെയിൻ ആയിട്ടും ഡീസം ആണ് അപ്ഹോൾഡ് ചെയ്തത്. ഡീസം അനുസരിച്ച് ഗോഡാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഗോഡിനെ നമുക്ക് തിരിച്ചറിയണം. ഐ മീൻ ദ വർക്ക് ഓഫ് ദ ഗോഡ് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ് ത്രൂ അവർ റീസൺ, അവർ വർക്ക്സ്, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മേക്കിങ്ങിലൂടെ മാത്രമേ നമുക്ക് വി ക്യാൻ എക്സ്പീരിയൻസ് ദ വർക്ക് ഓഫ് ദി ഗോഡ്. അതുപോലെ തന്നെ ഗോഡിനെ ഒരു മാസ്റ്റർ പ്ലാനർ ആയിട്ട് അവർ കാണുന്നുണ്ട്. പക്ഷെ ഗോഡ് ഈസ് നോട്ട് ഇന്റർവീനിങ് ഡേ ടു ഡേ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അത് മറ്റൊരു പ്രത്യേകതയാണ് ഡീസത്തിന്റെ. സോ ഡീസം വാസ് മോർ ക്ലോസ്ലി associated with the natural philosophy, I mean nature philosophies, like that of transcendentalism. So that is another, I mean, religious discussion going on at that point of time. Coming to the major, I mean, the features of this age, again we find that this was also called the age of sensibility. Western period was also called the age of sensibility. Sensibility in the sense of sympathy for Middle Ages. Basically it was called because there was a sympathy, growing sympathy towards Middle Ages. നമുക്കറിയാം ന്യൂ ക്ലാസിസിസത്തിന്റെ സമയത്ത് തന്നെ ബാലൻസിന്റെ ഒക്കെ റിവൈവലും നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ the period of later enlightenment in which romantic sentiments appeared in art and literature is called age of sensibility. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഒന്ന്, ഗ്രോയിങ് സിമ്പതി ഫോർ ദ മിഡിൽ ഏജസ്, ബേഗ് കൾച്ചറൽ പ്രിമിറ്റിവിസം, ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ബാലഡ്സ് ആൻഡ് ഫോക്ക് ടെയിൽ, ഫോക്ക് ലിറ്ററേച്ചർ, a runaway from neoclassic correctness towards instinct and feeling. അതൊക്കെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി നിയോക്ലാസിക്കൽ പീരീഡ് ആണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അഗസ്റ്റൻ പീരീഡ് ആണ്. ശരിക്കും ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ ജോൺസന്റെ പീരീഡ് തന്നെയാണ് ശരിക്കും ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്, ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള ഡിക്ഷൻ, ഐ മീൻ ആ ഒരു സ്ട്രിക്റ്റ് കൺവെൻഷണൽ ഫോമിൽ നിന്നും കുറച്ചുകൂടെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫേസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതായത് റൊമാൻറ്റിസിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ടൈമിനെ നമുക്ക് ആ ഒരു ട്രാൻസിഷനെ ക്യാരി ഓവർ ചെയ്യുന്ന ട്രാൻസിഷണൽ പോയട്രി ഉണ്ട്. ബ്ലേക്കിന്റെയും ബേൺസിന്റെയും ഒക്കെ ട്രാൻസിഷണൽ പോയട്രി ഉണ്ട്. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ പീരിയഡ് വെയർ they started to give more importance to human emotion, passion, and also artistic work became more of a contemplative and self-reflective kind of works, more emotionally packed, more sentimental kind of works happen to appear in literature. So അതുകൊണ്ടാണ് നമ്മൾ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അഗസ്റ്റൻ പോയട്രിയിലും പ്രോസിലും ഇത്രയും റൈറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് അലക്സാണ്ടർ പോപ്പ്, രണ്ട് ഡോക്ടർ ജോൺസൺ, മൂന്ന് ഡാനിയൽ ഡീഫോ. പ്രോസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമയിലേക്ക് വരുമ്പോൾ ഡാനിയൽ ഡീഫോ, ജൊനാഥൻ സ്വിഫ്റ്റ്, ഡിസൺ ആൻഡ് സ്റ്റീൽ, ഡോക്ടർ ജോൺസൺ, റിച്ചാർഡ്സൺ, ഫീൽഡിംഗ്, ട്രിസ്ട്രം, ഗോൾഡ് സ്മിത്ത് ആൻഡ് ഷെറിഡൻ. നമുക്ക് ആദ്യം അഗസ്റ്റൻ പോയട്രി നോക്കാം. അഗസ്റ്റൻ പോയട്രിയിൽ ഏറ്റവും ടവറിംഗ് ഫിഗർ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പ് തന്നെയാണ്. ഹി വാസ് ബോൺ ഇൻ 1688, 1744, died in 1744. Pope actually was a Roman Catholic, born in London in the year of what is the feature of this year? What is the speciality of this year? 1688. ഓർക്കുന്നുണ്ടോ? ആർക്കും ഓർമ്മയില്ല? 688 പ്രത്യേകത എന്താ? പൊളിറ്റിക്കലി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓർക്കുന്നില്ല? ഒരു റവല്യൂഷൻ നടന്ന സമയമാണ്. You people are there, right? കേൾക്കുന്നില്ലേ? Okay. Glorious Revolution. It happened 1688. Glorious Revolution. James II was dethroned by this. Okay, by William of Orange and Queen Anne. Fine. Sir, ഇതിലെ അലക്സാണ്ടർ പോപ്പോട്ട് ഈ എസ്സേ ഓൺ ക്രിറ്റിസിസം ഫസ്റ്റ് വർക്ക് ആണോ? എസ്സേ ഓൺ ക്രിറ്റിസിസം അല്ല ഫസ്റ്റ് വർക്ക്. ഫസ്റ്റ് വർക്ക് വരുന്ന പാസ്റ്ററൽസ് ആണ് 1709.
ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പാസ്റ്ററൽസ് എന്ന് പറഞ്ഞ ഒരു പോപ്പിന്റെ ഏകദേശം ഒരു 16ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു വർക്കാണ്. 4 കളക്ഷൻ ഓഫ് പോയംസ് ആണ്. അത് സീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ള 4 പോയംസ് ആണ്. അതാണ് ഫസ്റ്റ് വർക്ക്. ഈ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ശരിക്കും കൈൻഡ് ഓഫ് വേഴ്സ് എസ്സേ ആണ്. അത് ശരിക്കും അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, അതായത് വേഴ്സ് ഒരു ക്രിട്ടിക് അല്ലെങ്കിൽ റൈറ്റർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എസ്സേ പ്രതിപാദിക്കുന്നത്. ശരിക്കും ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് പാസ്റ്ററൽസ് ആണ്. ഓക്കെ, പാസ്റ്ററൽ വാസ് റിട്ടൺ ഇൻ 1709. സോ പോപ്പിനെ കുറിച്ച് പറയുമ്പോൾ പോപ്പ് ഹാഡ് വെരി ബാഡ് ഹെൽത്ത്. സോ ഹി വാസ് ഓൾവേസ് അണ്ടർ ട്രീറ്റ്മെന്റ്. സോ അതുകൊണ്ടാണ് പുള്ളിയെ ലോങ് ഡിസീസ് ഓഫ് മൈ ലൈഫ് എന്ന് പുള്ളി തന്നെ പറയുന്നത്. ഹി വാസ് ഓൾസോ കോൾഡ് ദ വാസ്പ് ഓഫ് ടിക്കൻഹാം. ഹി സ്റ്റേഡ് ഇൻ ടിക്കൻഹാം in the last time. In the last phase of his life. Second important poet after Dryden in the neoclassical period. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്ന പാസ്റ്ററൽസ് ആണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 1709 കളക്ഷൻ ഓഫ് 4 പോംസ് ആണ്. Each of these poems are based on seasons. അടുത്ത ഹി വാസ് ഓൾസോ എ ടോറി മാൻ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് വർക്ക് എന്ന് പറയുന്നത് 1711 പബ്ലിഷ് ചെയ്ത an essay on criticism ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഗോസ്പൽ ഓഫ് വിറ്റ് ആൻഡ് നേച്ചർ. ഇറ്റ് വാസ് എ വേഴ്സ് essay written in the Horatian mode in heroic couplets. ശരിക്കും ഒരു ക്രിട്ടിക് അല്ലെങ്കിൽ ഒരു റൈറ്റർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വർക്ക് പ്രൊസീഡ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ നിയോ ക്ലാസിക്കൽ എലമെന്റ്സ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. നേച്ചർ, പുള്ളിയുടെ ഫോളോ ദ നേച്ചർ എന്ന് പറയുന്ന ആശയം ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോട്ട്സിൽ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ടു കോപ്പി നേച്ചർ ഈസ് ടു കോപ്പി ദം എന്നൊക്കെ പറഞ്ഞു, ഓൾ നേച്ചർ സ്റ്റിൽ ബട്ട് നേച്ചർ മെത്തഡൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, കോട്ട്സ് ഉണ്ട് പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള. ഈ എസ്സേ ശരിക്കും 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ 3 പാർട്ടിലും ആദ്യത്തെ പാർട്ടിൽ റോൾ ഓഫ് ദി ടേസ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ ആർട്ട് ആൻഡ് നേച്ചർ, ഇതൊക്കെയാണ് പുള്ളി ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു റൈറ്ററെ മിസ്ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ട്രൂ ക്രിയേറ്റിവിറ്റിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഹാർഡിൽസ് എന്തൊക്കെയാണ്, ലൈക്ക് നമ്മുടെ പ്രജുഡൈസ്, നമ്മുടെ എക്സസീവ് തോട്ട്സ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. തേർഡ് പാർട്ടിൽ പുള്ളി ഒരു നല്ല ക്രിട്ടിക്കൽ ബിഹേവിയർ, ഗുഡ് ക്രിട്ടിക്കൽ ബിഹേവിയറിന് വേണ്ട റൂൾസ് ഒക്കെ എന്താണ്, റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് എസ്സേ ഓൺ ക്രിറ്റിസിസം. ഇറ്റ്സ് ബേസിക്കലി എ ക്രിട്ടിക്കൽ വർക്ക്. It's a general critical work. It's not about a specific critical work, right? Text, rather, it is about almost all the whole criticism as such. Just a minute. Okay, fine. അടുത്ത വർക്ക് എന്ന് പറയുന്നത് റേപ്പ് ഓഫ് ദ ലോക്ക് ആണ്. റേപ്പ് ഓഫ് ദ ലോക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയമാണ്. ഹീറോയിക് കോമിക്കൽ പോമാണ് റേപ്പ് ഓഫ് ദ ലോക്ക്. റേപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി തെഫ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലോക്ക് എന്ന് പറയുന്ന മുടിയാണ്. സോ ദിസ് ഈസ് എ മോക്ക്, ഇറ്റ്സ് എ ഹീറോയിക് കോമിക്കൽ പോം. ഒരു മോക്ക് എപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കോമിക്കൽ പോയമാണ്. അതിലെ മേജർ ക്യാരക്ടർ അർബെല്ല എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്, ലോർഡ് പിട്രേ ആൻഡ് അർബെല്ല. സോ അതിനുശേഷം നെക്സ്റ്റ് വർക്ക് വരുന്നത് വിൻസർ ഫോറസ്റ്റ് ആണ്. വിൻസർ ഫോറസ്റ്റ് ഒരു പാസ്റ്ററൽ പോയട്രി ആണ്. ഇത് ആക്ച്വലി പാസ്റ്ററൽ സെന്റിമെന്റ്സിനെ കാണിക്കുന്ന ഒരു പോയട്രി ആണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദി മേജർ വർക്ക്സ് ഓഫ് പോയറ്റിക് വർക്ക്സ് ഓഫ് പോപ്പ്. അതിനുശേഷം പുള്ളിയുടെ ഒരു ഹോമറിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ്. പോപ്പ് ബ്രോട്ട് എ ട്രാൻസ്ലേഷൻ ഓഫ് ഹോമർ. പിന്നെ കുറെ കളക്റ്റഡ് വർക്ക്സ് ഉണ്ട്. ഓഡ് ഓൺ സെയിന്റ് സിസിലീസ് ഡേ, അല്ലെങ്കിൽ എലോയിസ് ടു അബിലാഡ്, അല്ലെങ്കിൽ എലജി ടു ദി ഡെത്ത് ഓഫ് ആൻ അൺഫോർച്ചുനേറ്റ് ലേഡി, ഓഡ് ഓൺ സോളിറ്റ്യൂഡ്, ഇങ്ങനെ കുറെ കളക്ഷൻ ഓഫ് വർക്ക്സ് ഉണ്ട്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ വേഴ്സ് ഓഫ് ടിക്കൻഹാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നെയിം ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. പിന്നെ അടുത്ത മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ എഡീഷൻ ആണ്. 1725 he brought an edition of Shakespeare, which was also a renowned one.
അത് പോപ്പിന്റെ എഡിഷൻ ആക്ച്വലി edition of Shakespeare prompted Louis Theobald to write the pamphlet Shakespeare Restored, pointing out Pope's scholarly deficiencies. Okay. അതിനുശേഷം ജോൺസന്റെ എഡിഷൻ വരുന്നുണ്ട്. കുറെ എഡിഷൻസ് വരുന്നുണ്ട്. ഞാൻ ജോൺസൺ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പോപ്പിന്റെ എഡിഷൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഷേക്സ്പിയറിയൻ എഡിഷൻ ആയിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് ഇൻ 17. ഇറ്റ് വാസ് ബ്രോട്ട് ഔട്ട് ഇൻ 1725. അതിനുശേഷം വരുന്ന മേജർ വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? എസ് എ ഓൺ മാൻ ആണ്. മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് പോപ്പിന്റെ. ഒന്ന് രണ്ട് വർക്കുകൾ, ഡൻസിയുടെ ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ്. പിന്നെ മോറൽ എസ്സേസ് മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്കാണ്. പക്ഷെ അതിൽ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് എസ് എ ഓൺ ആണ്. ഇറ്റ്സ് പ്യൂർലി എ ക്രിട്ടിക്കൽ വർക്കാണ്. വേഴ്സ് എസ് ഇൻ 4 എപ്പിസൽസ്, ലൈക്ക് ക്രിറ്റിസിസം ഓഫ് ഫസ്റ്റ് വൺ എസ് എ ഓൺ ക്രിറ്റിസിസം പോലെ തന്നെ ഒരു വേഴ്സ് എസ് എ ആണിത്. വേഴ്സ് പോയറ്റിക് ഫോമിലുള്ള ഒരു എസ് എ ആണിത്. 4 എപ്പിസൽസ് ആയിട്ടാണിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2 times, 33 and 34. ഓക്കെ. ഇതിലാണ് നമ്മൾ മറ്റേ ഫേമസ് ആയിട്ടുള്ള പോപ്പിന്റെ ആശയം കാണുന്നത്. മാൻസ് പൊസിഷൻ ഇൻ ദ ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീങ്. അതായത് നിയോ ക്ലാസിസിസത്തിന്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആശയം ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് വളരെ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒന്നാണ്. മാൻ ഈസ് എ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീങ് എന്നൊക്കെ പറയുന്ന ആ ഹ്യൂമൻ സെന്റേഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത് ശരിക്കും എസ് എ ഓൺ മാൻ എന്ന് പറയുന്ന എസ്സേയിലാണ്. നെസസിറ്റി ഓഫ് വെർച്യൂ ഫോർ ട്രൂ ഹാപ്പിനെസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, importance of self-knowledge, insistence that evil, injustice is a part of the ultimate order of things. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റ് അടുത്ത ഇമ്പോർട്ടന്റ് വർക്ക് പോപ്പിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് വർക്ക് ഡാൻസിയുടെ ആണ്. ഡാൻസിയുടെ ഇതുപോലെ തന്നെ 1728 ഫസ്റ്റ് 3 books അനോണിമസ്ലി പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ബുക്ക്, ദ ഫോർത്ത് വൺ വാസ് ആഡഡ്, ലൈക്ക് ഇറ്റ് വാസ് ടൈറ്റിൽഡ് ദ ന്യൂ ഡാൻസിയഡ് ഇൻ 1743. സോ 2 ടൈമിലായിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഒരു ഇറ്റ്സ് ആക്ച്വലി എ കളക്ഷൻ ഓഫ് ദി സെൽഫ് കണ്ടെയ്ൻഡ് എപ്പിസോഡ്സ് ആണ്. ഇതൊരു മോക്ക് ഹീറോയിക് പോയമാണ് ശരിക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മളെ മാക് ഫ്ലക്നോ അല്ലെങ്കിൽ മെഡലൊക്കെ പോലത്തെ ഒരു പോയമാണ് ഇത്. ശരിക്കും ഒരു മോക്കിംഗ് പോയമായി, മോക്ക് എപ്പിക് ആയിട്ടുള്ള പോയമാണ്. പിന്നെ വരുന്ന മേജർ കളക്ഷൻ എന്ന് പറയുന്നത് മോറൽ എസ്സേസ് എന്ന് പറയുന്ന കളക്ഷനാണ്. 4 എപ്പിസൽസ് ഓൺ ദി എത്തിക്കൽ സബ്ജക്ട്സ് ഓഫ് കോൾഡ് എപ്പിസൽസ് ടു സെവറൽ പേഴ്സൺസ്, which is called as epistles to several persons. 4 എണ്ണമാണുള്ളത് മോറൽ എസ്സേസ്. അത് 1731 മുതൽ 35 വരെയുള്ള ടൈമിൽ എഴുതിയതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ വർക്ക് 35 ഏറ്റവും അവസാനത്തെ മേജർ വർക്ക് എന്ന് പറയുന്നത് ആൻ എപ്പിസൽ ടു ഡോക്ടർ ആപുത്തിനോട്ടാണ്. അതില് പുള്ളിയുടെ ലൈഫിനെ കുറിച്ചും പിന്നെ കോമൺ ഇംഗ്ലീഷ് കൾച്ചറിനെ കുറിച്ചും ഒക്കെയാണ് മെയിൻ ആയിട്ടും സംസാരിക്കുന്നത്. പോപ്പിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രോസ് എടുക്കുമ്പോൾ സാമുവൽ ജോൺസൺ ഉണ്ട്. പോയട്രി എടുക്കുമ്പോൾ സാമുവൽ ജോൺസൺ ഉണ്ട്. സാമുവൽ ജോൺസന്റെ മേജർ ആയിട്ടുള്ള 2 വർക്കുകളുണ്ട്. ലണ്ടൻ എന്ന് പറയുന്ന ഒരു വർക്ക്, പിന്നെ അടുത്തത് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന് പറയുന്ന മറ്റൊരു ജുവനാലിയൻ സെറ്റയർ ഉണ്ട്. അങ്ങനെ 2 വർക്കുണ്ട്. പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. സാമുവൽ ജോൺസന്റെ 2 വർക്കുകൾ ഫേമസ് ആയിട്ടുള്ള ഒന്ന് ലണ്ടനും ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസുമാണ്. അതുകൂടാതെ കുറെ മൈനർ റൈറ്റേഴ്സ് ഉണ്ട്, അവരെയൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. We'll move on to the next title, that is Augustan Prose, Fiction and Drama. പ്രോസും ഫിക്ഷനും ഡ്രാമയും അഗസ്റ്റൻ പീരീഡിലെ 3 മേജർ ലിറ്റററി ഫീൽഡുകളായിരുന്നു. പ്രത്യേകിച്ച് പ്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ there were a lot of very prolific contribution of prose during this time, Augustan period. നമ്മൾ മാഗസിൻസ് ഒക്കെ ഒറിജിൻ ചെയ്യുന്ന ഈ സമയത്താണ് കാണുന്നത്. മാഗസിൻസും ന്യൂസ് ലെറ്റേഴ്സിന്റെ ഒക്കെ ഒരു തുടക്കം, ബിഗിനിങ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ലിറ്റററി പ്രൊഡക്ഷൻസ് ഹാപ്പൻ at this time. It was also called Age of Prose. അതുകൊണ്ടാണ്, അതായത് നോവലിന്റെ തുടക്കം, മാഗസിൻസിന്റെയും റിവ്യൂസിന്റെയും തുടക്കം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഏജ് ഓഫ് പ്രോസ് എന്ന് പറയുന്നത്. ഈ ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോസിന്റെ തുടക്കം സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു ടൈമിലാണ്, അഗസ്റ്റൻ പീരീഡിലാണ്. So it was also called the Age of Wit because of the use of the language by Pope and all. Johnson, Defoe, ഇവരുടെ എല്ലാ ലാംഗ്വേജിലും പണ്ണുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ വളരെ റെറ്ററിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ്. അതുകൊണ്ട് ഏജ് ഓഫ് വിറ്റ് എന്നും ഈ സമയത്ത് നമുക്ക് ഈ ഒരു പീരീഡിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക്കൽസ്, മാഗസിൻസ് ആൻഡ് റിവ്യൂസ് സ്റ്റാർട്ടഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. മേജർ തീംസ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ജഡ്ജ്മെന്റ് ഓഫ് ഗുഡ് ടേസ്റ്റ് ആൻഡ് ഫാഷൻ, ഇതൊക്കെയായിരുന്നു മേജർ ലിറ്റററി കൺസേൺസ്
പേർപ്പസ് എന്നൊക്കെ പറയില്ല, ലിറ്ററേച്ചറിന്റെ എന്തിനു വേണ്ടി എഴുതുന്നു എന്നതിനുള്ള ആൻസേഴ്സ് ആണിത്. ടു ഇൻസ്ട്രക്ട്, ടു ജഡ്ജ്, ഗുഡ് ടേസ്റ്റ് ആൻഡ് ഫാഷൻ, ഇതൊക്കെയായിരുന്നു മേജർ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. സോ പ്രത്യേകിച്ച് നമ്മുടെ റിച്ചാർഡ്സനെ പോലുള്ള ആളുകൾക്ക് വളരെ അപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അവരുടെ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഫീച്ചേഴ്സ് ഒക്കെ. പിന്നെ പീരിയോഡിക്കൽസിലേക്കൊക്കെ വരുമ്പോൾ ഫസ്റ്റ് പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ വാസ് ഡെയിലി കറന്റ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1702 മാർച്ച് 11th. ഡെയിലി കറന്റ്. അതുപോലെ നോവൽസിന്റെ തീമാറ്റിക്കലി നോക്കുവാണെങ്കിൽ റിലീജിയൻ വാസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ എംഫിസിസം. സോ എംഫിസിസും റിലീജിയനും ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലിറ്റററി പ്രൊഡക്ഷൻ ആണ് ആ സമയത്ത് നമുക്ക്, ലിറ്റററി കൾച്ചറാണ് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുന്നത്. സോ എംഫിസിസം വാസ് ദർ ഓൺ ദ വൺ ഹാൻഡ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിസ്ത്യൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാന്റ് വാല്യൂസ് were also nurtured അല്ലെങ്കിൽ also protected, also incorporated in these works. Coffee houses were very famous. People started to come to coffee houses, and book was actually being made available to in coffee houses. So ലിറ്ററേച്ചർ, പ്രത്യേകിച്ച് ഫിക്ഷന്റെ ഒക്കെ ഇത്രയും വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മാഗസിൻസിന്റെ ഒക്കെ വളർച്ചയ്ക്ക് കാരണം ഇത്, they were frequently circulated in coffee houses, and there was a kind of a chunk of reading community who always frequented coffee houses. സോ അതുകൊണ്ട് തന്നെ കോഫി ഹൗസസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, ഒരു മെറ്റീരിയൽ ഫാക്ടറാണ് ശരിക്കും ഈ ഒരു പീരീഡിൽ പ്രോസിന്റെയും ഫിക്ഷന്റെയും ഒക്കെ വളർച്ചയുടെ പുറകിൽ. നോവലിസ്റ്റുകളിലേക്ക് വരുമ്പോൾ വി വിൽ ഫൈൻഡ് ലൈക്ക്, ഞാൻ ജസ്റ്റ് ആ ടൈപ്പിലെ പീരിയോഡിക്കൽസിന്റെ പേരൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ജെന്റിൽമെൻസ് ജേർണൽ, ദ ടാറ്റ്ലർ, ജെന്റിൽമെൻസ് മാഗസിൻ, ബ്ലാക്ക്വുഡ് മാഗസിൻ, ബെന്റ്ലി റിവ്യൂ, എഡിൻബ്രോ റിവ്യൂ, കാർട്ടർലി റിവ്യൂ, എക്സാമിനർ, ഇതൊക്കെയായിരുന്നു ആ സമയത്തെ മേജർ ആയിട്ടുള്ള പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്. ഇനി നോവലിസ്റ്റുകളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മേജർ നോവലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? ഡാനിയൽ ഡീഫോയാണ്. Daniel Defoe was born in 1660, and he was died in 1731. He is not properly, but we can say that he is called the father of English novel. Sometimes he is called the father of English novel. He was it was a Tory sentimental man, and he was also an economist. Like pioneer of the economic journalism was him. പിന്നെ പുള്ളിയുടെ അപ്രോച്ചസ് എന്ന് പറയുന്നത് റിയലിസ്റ്റ് ആണ്. എക്സ്റ്റേണൽ റിയലിസം എന്ന് പറയുന്ന മെത്തേഡാണ് പുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്, എക്സ്റ്റേണൽ റിയലിസം. മേജർ വർക്കിലേക്ക് വരുമ്പോൾ റോബിൻസൺ ക്രൂസോയാണ് ഏറ്റവും ഫേമസ് ആൻഡ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്ക്. 1719 പബ്ലിഷ് ചെയ്ത റോബിൻസൺ ക്രൂസോയുടെ സബ്സിക്വന്റ്ലി there were a lot of works almost similar to Robinson Crusoe, like Robinson Crusoe, the father of adventures of Robinson Crusoe, the serious reflections of Robinson Crusoe, memoirs of a cavalier, Captain Singleton, Journey of a Plague Year, Moll Flanders, Roxana or the Fortunate Mistress, ഇങ്ങനെ കുറെ വർക്കുകൾ അതിനുശേഷം വരുന്നുണ്ട്. അതുകൂടാതെ ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് വരുന്നത് ഷോർട്ടസ്റ്റ് വേസ് വിത്ത് ഡിസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ 1702 ഒരു കളക്ഷൻ ഓഫ് എസ്സേസും ഡീഫോയുടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മെയിൻ ആയിട്ടും റോബിൻസൺ ക്രൂസോയാണ്. പിന്നെ പുള്ളിയുടെ റൈറ്റിംഗ് സ്റ്റൈല് റിയലിസ്റ്റിക് റൈറ്റിംഗ് ആണ്. ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ്, ലൈക്ക് ഹി വാസ് ഓൾസോ an economic writer in economics. He was interested in mercantile, and also he was deeply involved in political matters at that point of time. So പുള്ളിയുടെ നോവൽ എസ്റ്റാബ്ലിഷ് റിയലിസം ആസ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഫിക്ഷൻ. വെരി റിയലിസ്റ്റിക് നോവൽസ് ആണ്. റോബിൻസൺ ക്രൂസോ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ വെരി റിയലിസ്റ്റിക് നോവൽ. സ്റ്റൈൽ ഡിറൈവ്ഡ് ഫ്രം കോമൺ മാൻ സ്പീച്ച്, plain narration, realistic portrayal of social and material reality, that is called external realism. External realism is a realistic portrayal of social and material realities. Okay, that is it about Robinson Crusoe. മറ്റു വർക്കുകൾ ഞാൻ പറഞ്ഞു, ഡങ്കൻ ക്യാമ്പൽ, ക്യാപ്റ്റൻ സിഗിൽട്ടൺ, മെമ്മോയർസ് ഓഫ് എ കാവലിയർ, മോൾ ഫ്ലാൻഡേഴ്സ്. ഈ മെമ്മോയർസ് ഓഫ് എ കാവലിയറിൽ ശരിക്കും 30 years വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ടിന്റെ സിവിൽ വാറിനാണ് കോണ്ടെക്സ്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് പിക്കറസ്ക്യൂ നോവൽസ് ആണ്. റോബിൻസൺ ക്രൂസോ is also a kind of a picaresque novel derived from Spanish picar or a rogue. Robinson Crusoe is a picar. So that is also another point you have to keep in mind. Coming to the next writer, that is Jonathan Swift. Jonathan Swift ഒരു ഐറിഷ് റൈറ്റർ ആണ്, ഐറിഷ് സിറ്റാരിസ്റ്റ് ആൻഡ് പോയറ്റ് ആണ്, ഓൾസോ an Irish nationalist. സ്വിഫ്റ്റിന്റെ
മേജർ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ഗളിവേഴ്സ് ട്രാവൽസ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്ന് ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറയുന്ന 1704 ഒരു ബുക്കുണ്ട്. ദിസ് ബുക്ക് ഈസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് a story where the ancients and modern writers are fighting. They are, proving their merits by getting into an argument, a kind of a war of arguments. ശരിക്കും അതില് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ലൈക്ക് മോഡേൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മിൽട്ടണും ഏൻഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹോമറുമാണ്. അതുപോലെ തന്നെ മോഡേണിനെ സ്പൈഡറായിട്ടും ഏൻഷ്യന്റിനെ ബിയുമായിട്ട് കാണുന്ന ഒരു മെറ്റഫറിക്കൽ യൂസേജസ് ഉണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് വാർ ലൈക്ക് സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്തിട്ട് എന്താണ് മോഡേൺ ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഏൻഷ്യൻ ലിറ്ററേച്ചറിന്റെ പ്രത്യേകത, അവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടും ഈ വർക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ അലഗറിക്കൽ വർക്ക്. അതിനുശേഷം വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്ക് ടെയിൽ ഓഫ് എ ടബ് എന്ന് പറയുന്ന ഒരു വർക്കാണ് 1704 വർക്ക്. ആക്ച്വലി ഇത് ഒരു റിലീജിയസ് അലഗറിയാണ്. കാത്തലിസിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും കാത്തലിക് പ്രീസ്റ്റ്ഹുഡിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ഒക്കെ എഴുതിയ ഒരു വർക്കാണ് ടെയിൽ ഓഫ് എ ടബ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗളിവേഴ്സ് ട്രാവൽസ് വരുന്നത്. ഗളിവേഴ്സ് ട്രാവൽസ് ഹീസ് ആക്ച്വലി നോൺ ഫോർ ദിസ് വർക്ക്. 4 ബുക്കുകളിലായിട്ടാണ് ഗളിവേഴ്സ് ട്രാവൽസ് ഉള്ളത്. 1726 ശരിക്കും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇറ്റ്സ് എ സറ്റയർ ഓൺ ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ്സ് വെരി മച്ച് അലഗറിക്കൽ. അതിൽ യൂസ് ചെയ്യുന്ന റിയലിസം മൈന്യൂട്ട് റിയലിസം എന്നാണ് പറയുന്നത്. മൈന്യൂട്ട് റിയലിസം. പ്രൊട്ടാഗണിസ്റ്റ് പറയുക ലിമ്യുവൽ ഗള്ളിവർ ആണ്. ഹി ഈസ് ആക്ച്വലി എ സർജൻ ഹു സെയിൽസ്. മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ പോകുന്നത് ഒന്നാമത്തെ ബുക്കിൽ നമ്മൾ കാണുന്നത് ലില്ലിപുട്ട് സന്ദർശിക്കുന്നതാണ്. ലാൻഡ് ഓഫ് ടൈനി മെൻ റെപ്രസെന്റിങ് ഇംഗ്ലണ്ട്. ശരിക്കും ലില്ലിപുട്ട് റെപ്രസെന്റ്സ് ഇംഗ്ലണ്ട് ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ലാൻഡ് ഓഫ് ടൈനി മെൻ. രണ്ടാമത് ബ്രോബ്ഡിംഗ്നാഗ് ആണ്. ശരിക്കും ബ്രോബ്ഡിംഗ്നാഗ് ആണ് കേട്ടോ, ബി അല്ല, ബി ആണ്. ബ്രോബ്ഡിംഗ്നാഗ് ആണ് ദ ലാൻഡ് ഓഫ് ജയൻസ്. അത് വലിയ ആളുകളുടെ ജയൻസിന്റെ ലാൻഡ് ആണ്. ഹി ഓൾസോ വിസിറ്റ്സ് ദാറ്റ്. ദെൻ ഫ്രം ദെയർ ഹി ഗോസ് ടു ദ നെക്സ്റ്റ് പ്ലേസ് that is called Laputa. Laputa is actually a floating island inhabited by scientists and philosophers that oppresses Balnibabi, the island below. So അവിടെ 2 islands ഉണ്ട്. ഒന്ന് ലാപുട്ടയും അതിന്റെ താഴെ ബാൽനിബാബി എന്ന് പറയുന്ന വേറെ islands ഉണ്ട്. So this Laputa is actually a floating island which is inhabited by scientists and philosophers. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് 4th ബുക്കാണ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ബുക്ക്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്ലേസ് ഓഫ് ഹ്യൂനീംസ്. Place of Huenims. It is where we find like the creatures like horses standing on 2 legs, who are more philosophical. Okay. അത് ഓക്കെ ജ്യൂസും ഒക്കെ ആയിട്ട് ജ്യൂസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആ ക്യാരക്ടറിൽ പുള്ളി ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ബുക്ക്. സോ അതിനുശേഷം പുള്ളിയുടെ ഷോർട്ട് വ്യൂ ഓഫ് ദി പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അയർലൻഡ്. ടോൾഡ് ഐറിഷ് നാഷണലിസ്റ്റ് ആയിരുന്നു. ഐറിഷ് കോസിന് വേണ്ടിയിട്ട് പുള്ളി 1-2 വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് വ്യൂ ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അയർലൻഡ് ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ്. അതിന് മോഡസ്റ്റ് പ്രപ്പോസൽ മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് പുള്ളിയുടെ എസ്സേസിൽ. സ്വിഫ്റ്റിന് ശേഷം വരുന്ന നെക്സ്റ്റ് മേജർ റൈറ്റർ എന്ന് പറയുന്നത് അഡിസൺ ആണ്. അഡിസൺ ആൻഡ് സ്റ്റീൽ രണ്ടുപേരും എസ്സേയിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ എസ്സേ മാത്രമല്ല, അവരുടെ മറ്റു വർക്കുകളും ഉണ്ട്. ശരിക്കും നമുക്ക് നോക്കാം. ഡ്രാമേഴ്സും ഉണ്ട്. അഡിസനെ കുറിച്ച് പറയുമ്പോൾ അഡിസൺ എമംഗ് റിച്ചർഡ് സ്റ്റീൽ, എമംഗ് ദിസ് ടു അഡിസൺ വാസ് മോർ ഇന്റലിജന്റ്. കുറച്ചുകൂടെ ഡെപ്ത് ഉള്ള എസ്സേസ് എഴുതിയിരുന്ന അഡിസൺ ആണ്. അഡിസൺ വാസ് ബോൺ ഇൻ 1672 and died in 1719. He was not a classical scholar, and also he was an essayist and a politician. He contributed to Tatler and together with Steele found the Spectator. So ആദ്യം പുള്ളി Tatler തുടങ്ങി. അതിനുശേഷം with Richard Steele he began Spectator from 17. It actually was in run from 1711 to 12. He was also a part of the famous clubs of that time, like Kit Kat Club, and he was also a famous Whig supporter. Okay, coming to his journals, he contributed anonymously to Steele's Tatler from 1709 to 11. It was a thrice in a week journal. So first he started contributing to Tatler by Steele. Then he, together with Steele, founded the Spectator, which was a daily from 1711 to 12.
പിന്നീട് വീണ്ടും 14ൽ he revived the Spectator, and which actually went on for a while, um, for 6 months. പിന്നെ സ്റ്റീലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ദ ഗാർഡിയൻ എന്ന് പറയുന്ന മറ്റൊരു ജേർണലും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പുള്ളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാമ എന്ന് പറയുന്നത് കേറ്റോ എന്ന് പറയുന്ന ഡ്രാമയാണ്. Considering his wealth of writing, we will find that 400 around essays he has written. Okay, മിഡിൽ ക്ലാസ് ലൈഫ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളിന്റെ ആൾക്കാർക്ക് കൂടുതൽ മോറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള എസ്സേസ് ആയിരുന്നു പുള്ളിയുടെ എസ്സേസ് എല്ലാം തന്നെ. He himself is telling in Spectator, the purpose of his writing is actually to enliven morality with wit and tamper wit with morality. അതുപോലെ തന്നെ I shall be ambitious to have it said of me that I have brought philosophy out of the closets and libraries, schools and colleges to dwell in clubs and assemblies at tea tables and coffee houses. So see, he was telling, I mean, he was boasting about himself, telling that he brought philosophy from schools and closets and libraries into tea houses അല്ലെങ്കിൽ tea tables അല്ലെങ്കിൽ coffee houses. So philosophy actually കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് അക്സസിബിൾ ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടും പുള്ളിയുടെ എസ്സേസിൽ വളരെ കാഷ്വൽ ഫിലോസഫീസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അഡീസനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഫാക്ടർ എന്ന് പറയുന്നത് സ്പെക്ടേറ്റർ ക്ലബാണ്. സർ റോജർ ഡി കവലറി എന്ന് പറയുന്ന ഫിക്റ്റീഷ്യസ് ക്യാരക്ടറിനെ വെച്ചിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്പെക്ടേറ്റർ ക്ലബ്ബ് ഒരു ഇമ്പോർട്ടന്റ് ലിറ്റററി കോൺട്രിബ്യൂഷൻ ആണ്. Okay, it's an okay, 1 second. It was actually introduced in the second number of Spectator, a fictitious London club with imaginary members. Mr. Spectator, one of the fictional character, an observer of London society, allegedly wrote the papers. I mean, it was a collection of papers on it. Their imaginary conversations proved opinions in manners, morals, arts, and literature. It also അതുപോലെ തന്നെ അഡിസൺ was also very curious about commenting on female world, their behaviors, I mean their life, their situations, their thoughts. He was quite curious about that too. സർ റോജർ ഡി കവലറിയെ കുറിച്ച് പറയുന്നത് ഇമാജിനറി ക്യാരക്ടർ ആണ്. ഞാൻ പറഞ്ഞ എക്സെൻട്രിക് ആയിട്ടുള്ള ഓൾഡ് കൺട്രി നൈറ്റ് ആണ്. ഹീസ് എ പാർട്ട് ഓഫ് ദി സ്പെക്ടേറ്റർ ക്ലബ്ബ്. ഹീസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് ബിലവ്ഡ് ആൻഡ് എസ്റ്റീംഡ് ഫെലോ ഇൻ ദാറ്റ് ക്ലബ്. മറ്റ് ക്യാരക്ടേഴ്സ് ഒന്ന് മിസ്റ്റർ സ്പെക്ടേറ്റർ, രണ്ട് മിസ്റ്റർ ആൻഡ്രൂ ഫ്രീപോർട്ട്, ക്യാപ്റ്റൻ സെൻട്രി, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സ്പെക്ടേറ്റർ ക്ലബ്ബുമായിട്ട് വന്നിട്ട്. സോ അഡിസന്റെ ആണ് സ്പെക്ടേറ്റർ ക്ലബ്ബ്, സ്റ്റീലിന്റെ ആണ് ട്രംപറ്റ് ക്ലബ്ബ്. ദാറ്റ് വിൽ കം ടു സി. അടുത്ത റിച്ചാർഡ് സ്റ്റീലാണ്. റിച്ചാർഡ് സ്റ്റീലും ഇമ്പോർട്ടന്റ് എസ്സേയിസ്റ്റ് ആണ്, റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഹി ഹാസ് റിട്ടൺ എ വെരി ഫേമസ് ഡ്രാമ, okay, The Conscious Lover, which I had mentioned when we were discussing restoration drama. He was also an Irish. He was born in Dublin. Coming to his writings, he actually started Tatler in 1709 in the pseudonym Isaac Bickerstaff. ഈ ഐസക് ബിക്കർസ്റ്റാഫ് തന്നെയാണ് ട്രംപറ്റ് ക്ലബിൽ പിന്നീട് വരുന്നത്. Founded Tatler in 1709. So he brought it in with a pseudonym Isaac Bickerstaff. You keep in mind that name. Okay. അതിനുശേഷം it came to be a sudden and unexplained end by 1711. 2 months later he found Spectator with Joseph Addison. അടുത്തത് അഡിസന്റെ കൂടുതൽ സ്പെക്ടേറ്റർ ആണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം 13ൽ ഗാർഡിയൻ എന്ന് പറയുന്ന മറ്റൊരു എസ്സേ ഒരു ജേർണലൂടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒന്ന് രണ്ട് മേജർ വർക്കുകൾ വരുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഡൺകിർക്ക് കൺസിഡേർഡ്, ദ ക്രൈസിസ്, അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ വരുന്നുണ്ട്. പാംഫ്ലെറ്റ്സ് വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് മേജർ വർക്ക് എന്ന് പറയുന്നത് കോൺഷ്യസ് ലവർ ആണ്. Conscious Lover was actually becomes very significant in the context of restoration drama, because restoration drama was brutally criticized by many critics because of its profanity, its vulgarity, its openness of discussing sexuality and intimate relations. So അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചുകൂടെ വളരെ മോറലിസ്റ്റിക് ആയിട്ടുള്ള വളരെ മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന രീതിയിലാണ് കോൺഷ്യസ് ലവർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നു ആ സമയത്ത്, ബിക്കോസ് ദാറ്റ് വാസ് കൈൻഡ് ഓഫ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് റെസ്റ്റോറേഷൻ ഡ്രാമ. ഇറ്റ് വാസ് ഓൾസോ കോൾഡ് സെന്റിമെന്റൽ കോമഡി. ഇറ്റ് വാസ് ഫുൾ ഓഫ് സെന്റിമെന്റ്സ്, പാഷൻസ് ആൻഡ് ഫീലിംഗ്സ്. ഓക്കെ,
ആസ് എൻ എസ്ഐസ്റ്റ് നമ്മൾ അഡിസനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലു വാസ് മോർ ലൈക്ക് നോട്ട് ദാറ്റ് ഇന്റലക്ച്വൽ മാൻ. പക്ഷേ ഹി ഹാഡ് കണ്ടന്റ്, ഹി റോട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് അഡിസനെ പോലെ അത്രയും ഇഫക്റ്റീവ് ആയിട്ട് അതിനെ കൺവേ ചെയ്യാൻ ഒരിക്കലും പുള്ളിക്ക് പറ്റിയിട്ടില്ല. ഡൈഡാറ്റിക് ആൻഡ് ചീപ്പ് മോറലൈസിംഗ് ആയിരുന്നു കുറെ എസ്ഐസിൽ പലതും. He was also driven by desire to correct contemporary social manners. Basically, social correction of culture അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ, സജഷൻസ് ഫോർ ബെറ്റർ ലിവിങ്, ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകളിലാണ് ഇവർ എസ്സേസ് എഴുതിക്കൊണ്ടിരുന്നത്. ടാറ്റ്ലർ നമ്മൾ നേരത്തെ അഡിസൺ കണ്ട പോലെ സ്പെക്ടർ ക്ലബ്ബ് പോലെ ടാറ്റ്ലറിന്റെ ഭാഗമായിട്ട് വന്ന ക്ലബ്ബാണ് ട്രംപറ്റ് ക്ലബ്ബ്. ട്രംപറ്റ് ക്ലബ്ബിൽ ഇതുപോലെ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സിന്റെ റൈറ്റിംഗ്സ് എന്ന രീതിയിലാണ് ഈ ട്രംപറ്റ് ക്ലബ്ബിന്റെ റൈറ്റിംഗ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതിലെ ക്യാരക്ടേഴ്സ് ഒന്ന് ഐസക് വിക്കർസ്റ്റാഫ്, അത് പുള്ളിയുടെ തന്നെ സ്യൂഡോണിമാണ്. മറ്റേത് ജാക്ക് ഓഗ്ലി, ഡിക് റെപ്റ്റൈല്, മേജർ മാച്ച്ലോക്ക്, സർ ജോഫ്രി നോച്ച്, ഇവരൊക്കെ മറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ട്രംപറ്റ് ക്ലബ്ബാണ്. ഓക്കെ, നമ്മുടെ 2 എസ്സേസിന് ശേഷം ഞാൻ ആ ട്രംപറ്റ് ക്ലബിന്റെ ഒരു ഷോർട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ലുക്ക് ഇൻ ടു ദാറ്റ്. യു വിൽ സീ ദാറ്റ് ലേറ്റർ. യു ക്യാൻ റീഡ് ബൈ യുവർ സെൽഫ് ഇഫ് യു വിഷ് ടു റീഡ്. ഡീറ്റെയിൽസ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് 1 സ്ലൈഡിൽ. അടുത്ത മേജർ റൈറ്റർ എന്ന് പറയുന്നത് സാമുവൽ ജോൺസൺ ആണ്. ഡോക്ടർ ജോൺസൺ, ദ ഏജ് ആക്ച്വലി കെയിം ടു ബി നോൺ ആഫ്റ്റർ ഹിം. ഡോക്ടർ ജോൺസന്റെ ഏജ് എന്നാണ് പിന്നീട് നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു ടൈമിൽ. അത്ര ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ഫിഗർ ആയിരുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു സാമുവൽ ജോൺസൺ. He was born in 1709 and died in 84. He was a Tory, an Anglican sentimental. He had kept very close sentiments for Anglicanism. He had a very well-versed circle called Johnson Circle. നമ്മൾ നേരത്തെ കണ്ടതാണ് സർക്കിൾസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ജോഷുവ റൈനോൾഡ് അടക്കമുള്ള ആളുകൾ, അന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകൾ ഫ്രീക്വന്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് അല്ലെങ്കിൽ സർക്കിളാണ് ജോൺസന്റെ സർക്കിൾ എന്ന് പറയുന്നത്. ഹി വാസ് എ വെരി ഫേമസ് മാൻ, എ പോളിഗ്ലോട്ട്. ഓക്കെ, ഇനി ജോൺസന്റെ വർക്കുകളിലേക്ക് വരുവാണെങ്കിൽ ഫിക്ഷനിൽ പ്രോസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഡിക്ഷണറി തന്നെയാണ്. 1755 പുറത്തു വന്ന ജോൺസന്റെ ഡിക്ഷണറി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡിക്ഷണറി, അല്ലെങ്കിൽ ദ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഡിക്ഷണറി വിച്ച് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു meaning in defining in details. Meaning presented in details. So including quotations, possible definitions of words like synonyms, അങ്ങനെയുള്ള ഒരുപാട് മോഡിഫിക്കേഷൻസ് എന്നൊരു മോഡേൺ കൈൻഡ് ഓഫ് ഡിക്ഷണറി എന്ന് പറയുന്നത് ശരിക്കും ജോൺസന്റെ ഡിക്ഷണറി തന്നെയാണ്. അത് പബ്ലിഷ് ചെയ്തത് 1755 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ടീസ് ദ ഡേറ്റ്. വർക്കിലേക്ക് വരുമ്പോൾ ജോൺസന്റെ ഡ്രാമ റസൽസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇറ്റ് വാസ് സെറ്റ് ഇൻ ഓറിയന്റ്. ഇറ്റ് വാസ് എൻ ഓറിയന്റൽ ടെയിൽ. ഇറ്റ് വാസ് കോണ്ടെക്സ്റ്റ് ഓൺ ആൻ ഓറിയന്റൽ ടെയിൽ. അറേബ്യൻ നൈറ്റ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള എഴുതിയ ഒരു വർക്കാണ് റസൽസ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്ക് ലൈക്ക് പ്രോസിൽ വരുന്നത് ലൈഫ്സ് ഓഫ് പോയറ്റ്സ് ആണ്. ലൈഫ്സ് ഓഫ് പോയറ്റ്സ് പല സമയത്തും മെറ്റാഫിസിക്കൽ പോയറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മെൻഷൻ ചെയ്തതാണ്. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1781, between 1779 and 81 ശരിക്കും. It is a series of 52 prefaces to a large edition of the works of English poets. The preface was published separately as Lives of the Poets of the most eminent English poets in 1781. 52 പോയിറ്റ്സിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. 6 ക്ലാസ് ഹാസ് ബീൻ, ഈ 52 എണ്ണത്തിൽ മാത്യു ആർണൾഡ് 6 എണ്ണം ക്ലാസിഫൈ ചെയ്ത് പ്രത്യേകം പിന്നീട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡ്രൈഡന്റെ, മിൽട്ടന്റെ, അലക്സാണ്ടർ പോപ്പിന്റെയും, ജോസഫ് അഡിസന്റെയും, സ്വിഫ്റ്റിന്റെയും, തോമസ് ക്രേയുടെയും ഈ 6 എണ്ണമാണ് പിന്നീട് മാത്യു ആർണൾഡ് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പോയറ്റ് വരുന്നത് മിൽട്ടൺ ആണ്. 52 മിൽട്ടൺ ആണ് ഏറ്റവും പഴയ പോയറ്റും. അബ്രഹാം കൗലിയാണ് ഏറ്റവും ഫസ്റ്റ് ലൈഫ്. അബ്രഹാം കൗലിയുടെയാണ് ആദ്യത്തെ ലൈഫ് ഓഫ് കൗലി എന്ന് പറയുന്നത്. അതിലാണ് ശരിക്കും നമ്മൾ മെറ്റഫിസിക്കൽ പോയട്രിയെ കുറിച്ച് ഒക്കെ കാണുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ എഡിഷൻ ഓഫ് ഷേക്സ്പിയർ ആണ്. ജോൺസന്റെ എഡിഷൻ ഓഫ് ഷേക്സ്പിയർ ആണ്. അതിന്റെ പ്രിഫസ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ എഡിഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. 1765 ഇത് പബ്ലിഷ് ചെയ്തത് ഇൻ 8 volumes. Okay, there are other editions of Shakespeare in 18th century, like പോപ്പിന്റെ എഡിഷൻ നമ്മൾ കണ്ടു, ലൂയിസ് തിയോബാൾഡിന്റെ ഒരു എഡിഷൻ ഉണ്ട്, തോമസ് ഹാൻമറിന്റെ ഒരു എഡിഷൻ ഉണ്ട്, വില്യം വോബർട്ടിന്റെ മറ്റൊരു എഡിഷൻ ഉണ്ട്. ഇവരെല്ലാം ഷേക്സ്പിയറിന്റെ എഡിഷൻസ് എഴുതിയ ആൾക്കാരാണ്. പക്ഷേ വാട്ട് ഈസ് വെരി സ്പെസിഫിക്, വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷിംഗ് ഓഫ് ജോൺസൺസ് വർക്ക് ഈസ് ഇറ്റ്സ് പ്രിഫസ്.
preface was very famous. Preface which critically analyzes Shakespeare. Johnson justifies the violation of unities, find fault with his lack of moral purpose and use of pompous diction. സോ ഷേക്സ്പിയറിനെ വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രിഫസ് എന്ന രീതിയിലാണ് ഈ പ്രിഫസ് ഒരു ക്രിട്ടിക്കൽ വർക്കായിട്ട് മാറുന്നത്. ദ ഗ്ലോറി ഓഫ് ജോൺസൺസ് എഡിഷൻ ഷേക്സ്പിയർ ഈസ് ആക്ച്വലി ഇറ്റ്സ് പ്രിഫസ്. It is praised as a just representation of general nature, justifies his violation of unities and use of tragic comedy. ഷേക്സ്പിയറിന്റെ ഫോൾട്ട് ആയിട്ട് ശരിക്കും ഇതിൽ കുറെ ഫോൾട്ടുകൾ നമ്പർ ചെയ്യുന്നുണ്ട് ഇയാള് എഡിഷൻ ഓഫ് ഷേക്സ്പിയറിൽ, സോറി പ്രിഫസിൽ. അതിൽ പറയുന്നതിൽ ഒന്ന് ലാക്ക് ഓഫ് മോറൽ പർപ്പസ്, ദ ഫോണ്ട്നെസ് ഫോർ പൺ ആൻഡ് ഗ്രോസ് ജോക്സ്, ടെൻഡൻസി ടു യൂസ് ഓർണേറ്റ് ആൻഡ് പോംപസ് ഡിക്ഷൻ, കെയർലെസ്നെസ് ഇൻ ക്രിയേറ്റിംഗ് പ്ലോട്ട്, അനക്രോണിസം. ഇതൊക്കെ ഷേക്സ്പിയറിന്റെ പ്രോബ്ലംസ് ആയിട്ട് ശരിക്കും ജോൺസൺ ഈ ഒരു എഡിഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ജോൺസന്റെ സ്റ്റൈലിനെ ജോൺസണീസ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്, ജോൺസന്റെ കൈൻഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലിനെ പറയുന്നുണ്ട്. ജോൺസന് ശേഷം നമ്മൾ 4 നോവലിസ്റ്റുകളെയാണ് പരിചയപ്പെടുന്നത്. അതായത് അത് 18th സെഞ്ചുറിയിലെ ഏജ് ഓഫ് പ്രോസ് എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ നോവലിസ്റ്റുകൾ തന്നെയാണ്. നോവലിന്റെ ബർത്ത് ഈ ഒരു സമയത്താണ്. സോ നമ്മൾ വി വിൽ സീ ദിസ് നോവലിസ്റ്റ് സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ലോറൻസ് സ്റ്റേൺ, ടോബിയസ് സ്മോളറ്റ്. Samuel Richardson, the first one, British novelist ആണ്. He was also a printer, not only a novelist, he was also a printer. Epistolary style of writing ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹത്തിന്റെ വർക്കോടെയാണ്. എപ്പിസ്റ്റോളറി മീൻസ് റൈറ്റിംഗ് ഇൻ എപ്പിസോഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവരെ ഈ 4 ലേറ്റസ്റ്റിനെയും 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ജോർജ് സെയിൻസ്ബറി ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ശരിക്കും. 4 wheels of English novel എന്ന് പറയുന്നത്. Okay, and also that school named serious and gravity. They were also famous for their serious and grave kind of works. Coming to Richardson alone, റിച്ചാർഡ്സന്റെ മേജർ നോവൽ എന്ന് പറയുന്നത് ഫാമിലയാണ്. 1740 പബ്ലിഷ് ചെയ്ത ഫാമിലയുടെ സബ് ടൈറ്റിൽ വെർച്യൂ റിവാർഡ് എന്നാണ്. ഫാമില കൂടാതെ 1-2 വർക്കുകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. ക്ലാരിസ ഉണ്ട്, ദ ഹിസ്റ്ററി ഓഫ് ചാൾസ് ഗ്രാൻഡിസൺ ഉണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ, മൈനർ വർക്ക്സ് ഉണ്ട്. ക്ലാരിസ ആക്ച്വലി മൈനർ വർക്കല്ല, മേജർ വർക്ക് തന്നെയാണ്. പക്ഷേ ഏറ്റവും ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഫാമിലയാണ്. ഇറ്റ്സ് ആക്ച്വലി നെഗോഷിയേഷൻ ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആസ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ ആസ് എന്റർടൈൻമെന്റ്. നമുക്ക് ഫാമില നോക്കുവാണെങ്കിൽ ഇറ്റ്സ് അറ്റ് ദ സെയിം ടൈം എ മോറൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ എ കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ്. സോ ഇത് രണ്ടുകൂടെ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണിത്. ക്യാരക്ടേഴ്സ് ഫാമില, സ്ക്വയർ ബി, ഇവരാണ് മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഫാമിലി ഒരു മെയ്ഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫാമിലിയുടെ സ്റ്റോറി. ഇത് ഭയങ്കര വിക്ടോറിയൻ വിമൻഹുഡിന്റെ ഒക്കെ ഒരു ഐഡിയൽ റെപ്രസെന്റേഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഹൗ മോറലി restricted women were at that point of time. I mean, there is no kind of political correctness in the events that are described here. അതുകൊണ്ട് തന്നെ വിമൻ അഫയേഴ്സ് ആണ് ബേസിക്കലി. റിച്ചാർഡ്സൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോറിംഗ് ദ മൈൻഡ് ഓഫ് വിമൻ. സോ വിമൻ അഫയേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഫെമീലയിൽ വരുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി ഹി ഹാസ് ഹേർഡ്. ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ആ സമയത്ത്. എപ്പിസ്റ്റോളറി ടെക്നിക് ആദ്യമായിട്ട് പുള്ളി എക്സ്പെരിമെന്റ് ചെയ്തത് ഫാമിലയിലാണ്. ഫാമിലയുടെ ജാനർ എന്ന് പറയുന്നത് ശരിക്കും റിയലിസം ആണ്, റിയലിസ്റ്റിക് നോവലാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പമീല ഒരു സെൻസേഷണൽ വർക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസസ്, കൗണ്ടർ റെസ്പോൺസസും കൗണ്ടർ റൈറ്റിംഗ്സും ഇതിനുണ്ടായിട്ടുണ്ട്. ലൈക്ക് ആന്റി പമീല, an apology for the life of Miss Shamila Andrews, ഹെൻറി ഫീൽഡിങ്ങിന്റെ വർക്കാണ്. ഇതിലൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ലെറ്റേഴ്സിന്റെ ഫോമിൽ എഴുതിയ നോവല് ആണോ? എപ്പിസ്റ്റോളറി അല്ലേ? യെസ്, ലെറ്റേഴ്സ് ഫോമില്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? ലെറ്റേഴ്സ് എന്നല്ല പറഞ്ഞേ സാറേ, എപ്പിസോഡ്സ് അങ്ങനെ ഞാൻ അങ്ങനെ എന്തോ കേട്ടെ. ഓക്കെ, ലെറ്റേഴ്സിന്റെ ഫോം, എപ്പിസോഡ്സ് ഇൻ ദ സെൻസ് ലെറ്റർ ഫോമിലാണ്. ഓക്കെ, ഇതിന്റെ റെസ്പോൺസസ് എടുക്കുവാണെങ്കിൽ കുറെ റെസ്പോൺസസ് വന്നിട്ടുണ്ട്. ലൈക്ക് ഹെൻറി ഫീൽഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഹെൻറി ഫീൽഡിങ്ങിന്റെ ഹിസ്റ്ററി ഓഫ് അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് ആൻഡ് ഹിസ് ഫ്രണ്ട് മിസ്റ്റർ അബ്രാഹം ആഡംസ്. പിന്നെ മറ്റു വർക്ക്, ഓക്കെ, അപ്പോളജി ഫോർ ദ ലൈഫ് ഓഫ് മിസ് ഷമീല ആൻഡ്രൂസ്. ഇതൊക്കെ ഹെൻറി ഫീൽഡിങ്ങിന്റെ റെസ്പോൺസസ് ആണ് പമീലയ്ക്കെതിരെയുള്ള. പമീല വാസ് എ സെൻസേഷണൽ വർക്ക്. ദർ വാസ് എ സെക്കൻഡ് പാർട്ട് ഫോർ പമീല വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1742. ഓക്കെ, പിന്നെ ഉള്ള വർക്ക് ക്ലാരിസയാണ്. ക്ലാരിസ വാസ് പബ്ലിഷ്ഡ് ഇൻ ബിറ്റ്വീൻ 1747 and 48. അടുത്ത മേജർ റൈറ്റർ എന്ന് പറയുന്നത്
Henry Fielding ആണ്. Henry Fielding was also a journalist, a novelist, and a magistrate. He was also actually a kind of a writer who favored sentimental comedy. പുള്ളിയുടെ മേജർ വർക്ക് എന്ന് പറയുന്നത് ടോം തംപ്, ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. എ ട്രാജഡി എന്നാണ് അതിന്റെ സബ് ടൈറ്റിൽ വരുന്നത്. ടോം തംപ് എ ട്രാജഡി. He wrote almost 25 plays including Tom Thumb in 1731. നോട്ടഡ് വർക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ജോസഫ് ആൻഡ്രൂസ്, എ കോമിക് എപ്പിക് ഇൻ പ്രോസ്. അതാണ് എൻ്റെ എ ഹിസ്റ്ററി ഓഫ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് ആൻഡ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് മിസ്റ്റർ അബ്രഹാം ആഡംസ്. അതിന്റെ ഫുൾ ടൈറ്റിലാണ്. 2 വോളിയമായിട്ടാണ് വർക്ക് പബ്ലിഷ് ചെയ്തത്. സെർവാന്റിസിന്റെ ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന നോവലിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ഇതൊരു അഡ്വഞ്ചർ ആണ്, പിക്കറസ്ക്യൂ നോവലാണ്. നിയോ ക്ലാസിക്കൽ എലമെന്റ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിക്കറസ്ക്യൂ നോവൽ എന്ന് പറഞ്ഞാൽ അറിയാം, ക്യാരക്ടർ ഈസ് എ കൈൻഡ് ഓഫ് എ റോ ക്യാരക്ടർ. പുള്ളിയുടെ ഡെവലപ്മെന്റ് ആണ്, ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് പിക്കറസ്ക്യൂ. പിന്നെ റിജക്ഷൻ ഓഫ് ലെറ്റർ മെത്തഡ്, അതായത് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് പമീല. പമീല വാസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എപ്പിസ്റ്റോളറി നോവൽ, ലൈക്ക് ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. So against that, it was actually a kind of a rejection of that method. Humor was important element of this novel. പുള്ളി തന്നെ പറയുന്നത്, നറേറ്റർ തന്നെ ഇതിനകത്ത് ഫേമസ്ലി പറയുന്നത്, ഐ ഡിസ്ക്രൈബ് നോട്ട് മെൻ ബട്ട് മാനസ്, നോട്ട് ആൻ ഇൻഡിവിജ്വൽ ബട്ട് എ സ്പീഷീസ്. ലൈക്ക് അത് നിയോ ക്ലാസിസിന്റെ ഒരു ഫീച്ചറാണ്. കാരണം ഐ ഡിസ്ക്രൈബ് നോട്ട് മെൻ ബട്ട് മാനസ് എന്ന് പറയുമ്പോൾ തന്നെ നിയോ ക്ലാസിക്കൽ ഐഡിയ ഓഫ് ലൈക്ക് the universality of manner, universality of human nature, human species എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതിലെ ക്യാരക്ടേഴ്സ് മെയിനായിട്ടും ജോസഫ് ആൻഡ്രൂസ്, ലേഡി ബൂബി, ലൈക്ക് ഇവരൊക്കെയാണ് മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഹെൻറി. അടുത്ത മറ്റു നോവൽസ് നോക്കുവാണെങ്കിൽ ഇതിനെ ശരിക്കും നമ്മളൊരു കോമിക് എപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. കോമിക് എപ്പിക് ഇൻ പ്രോസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇൻ പ്രിഫേഴ്സ് ഫീൽഡിംഗ് ഹിംസെൽഫ് കോൾസ് ഇസ് എ കോമിക് എപ്പിക് ഇൻ പ്രോസ്, എ മോക്ക് ഹീറോയിക് നോവൽ. മറ്റ് നോവൽസ് നോക്കുകയാണെങ്കിൽ ജൊനാഥൻ വൈൽഡ്, ടോം ജോൺസ് എ ഫൗണ്ട്ലിംഗ് എന്നാണ് ഇത്. ടോം ജോൺസ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് പുള്ളിയുടെ. ജോസഫ് ആൻഡ്രൂസ് കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്ക് ടോം ജോൺസ് ആണ്. ടോം ജോൺസ് ഒരുപാട് പ്രിസ്ക്രൈബ്ഡ് വർക്കാണ്. സോ മൈറ്റ് ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ്. അതിന്റെ സബ് ടൈറ്റിൽ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എ ഫൗണ്ട്ലിംഗ് എന്നാണ്. ഇതൊരു കോമിക് എപ്പിക് ആണ്. ഓക്കെ, ഞാൻ ഇതിലോട്ടൊന്നും പോകുന്നില്ല. ക്യാരക്ടേഴ്സ് ബ്ലിഫിൽ, ഓൾവർത്തി, സ്ക്വയർ ഓൾവർത്തി, സോഫി, ഇവരൊക്കെയാണ് മേജർ ക്യാരക്ടേഴ്സ്. അടുത്തത് ലോറൻസ് സ്റ്റേൺ ആണ്. ലോറൻസ് സ്റ്റേണിന്റെ ഏറ്റവും ഫേമസ് വർക്ക് മാത്രം നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോവാം. ട്രിസ്ട്രം ഷാണ്ടിയാണ് ഫേമസ് വർക്ക്. ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രം ഷാണ്ടി എ ജെന്റിൽമാൻ എന്നാണ് ഇതിന്റെ ഫുൾ ടൈറ്റിൽ. നോവല് ആ സമയത്ത് ഒരു സെൻസേഷണൽ നോവലായിരുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. കുറെ ഡിഫറൻസസ് ഉള്ള ഒരു നോവലാണ്. തീമാറ്റിക്കലി ആണെങ്കിലും കണ്ടന്റ് വൈസ് ആണെങ്കിലും ഫോം വൈസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ട്രിസ്ട്രം ഷാണ്ടി. അതുപോലെ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ഇത് തീമാറ്റിക്കലി നോക്കുമ്പോൾ മോക്ക് പെഡാൻട്രി അല്ലെങ്കിൽ മോക്ക് ഫിക്ടീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോസ്ഫുൾ ആയിട്ടുള്ള ലേണിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുക, സെക്ഷുവാലിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുക, ട്രീറ്റ് സെക്സ് ആസ് അബ്സർഡ് ആൻഡ് സാഡ്, ടോൺ ഓഫ് ഇൻഫോർമൽ കോൺവെർസേഷൻ, ഒരുപാട് എക്സ്പെരിമെന്റൽ സ്റ്റൈൽസും ഫീച്ചേഴ്സും ഈ നോവലിന് നമുക്ക് കാണാൻ പറ്റും. ക്രിട്ടിക്കലി നോക്കുമ്പോൾ ഈ വർക്ക് വാസ് ആക്ച്വലി റിസീവ്ഡ് ബൈ സം ഓഫ് ദി ക്രിറ്റിക്സ്. പക്ഷെ കൂടുതൽ ആളുകളും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തത്, ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ പിന്നീട് അതിന്റെ ഒരു എമിനൻസ് റീകളക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിവൈവ് ചെയ്യപ്പെടുന്ന പോസ്റ്റ് മോഡേണിസത്തിന്റെ സമയത്താണ്. കാരണം ലോട്ട് ഓഫ് പോസ്റ്റ് മോഡേൺ എലമെന്റ്സ് ആർ ആക്ച്വലി റിഫ്ലക്റ്റഡ് ഇൻ ദിസ് വർക്ക്. ഇതിന്റെ പ്രോഗ്രസീവ് ഡൈഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, ലാംഗ്വേജിലുള്ള എക്സ്പെരിമെന്റ്സ്, സെൽഫ് റിഫ്ലക്റ്റിവിറ്റി, ഇറാറ്റിക് നറേഷൻസ്, ആന്റി നോവൽ സെന്റിമെന്റ്സ്, ഇതെല്ലാം ഇഡിയോസിൻക്രസീസ് ലൈക്ക് ഡാഷസ്, എക്സ്ക്ലമേഷൻ മാർക്സ്, ചേഞ്ചസ് ഇൻ ടൈപ്സ്, ബ്ലാക്ക് പേജസ്, മാർബിൾ പേജസ്. ഈ ബ്ലാക്ക് പേജസ് ഒക്കെ ഉണ്ട് ഈ നോവലിന്റെ ഇടയ്ക്ക്. അത് അത്തരത്തിലുള്ള സിങ്ക്രാറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഈ നോവലിനെ ശരിക്കും പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ സമയത്ത് റിവൈവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് considered to be one of the very thoughtful novels from this time, from 18th century. അതിനുശേഷം അടുത്ത മേജർ റൈറ്റർ എന്ന് പറയുന്നത് ടോബിയാസ് സ്മോളറ്റ് ആണ്. ടോബിയാസ് സ്മോളറ്റ് നമ്പർ ഓഫ് വർക്ക്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്. ഹി ഈസ് ദ ഫസ്റ്റ് സ്കോട്ടിഷ് നോവലിസ്റ്റ്. ഹി ഓൾസോ പ്രാക്ടീസ്ഡ് പിക്കറസ്ക്യൂ നോവൽസ്. മേജർ നോവൽസ് എടുക്കുവാണെങ്കിൽ
ഒന്ന് അഡ്വഞ്ചേഴ്സ് ഓഫ് റോഡ്രിക് റാൻഡം, രണ്ട് അഡ്വഞ്ചേഴ്സ് ഓഫ് പെർഗ്വീൻ പിക്കിൾ, ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് ലാൻസ്ലറ്റ് ഗ്രീവ്സ്, അതുപോലെ തന്നെ എക്സ്പെഡീഷൻസ് ഓഫ് ഹംഫ്രി ക്ലിങ്കർ. ഇതൊക്കെ മേജർ ആയിട്ടുള്ള പുള്ളിയുടെ വർക്ക്സ് ആണ്. നമുക്കൊന്നും പ്രിസ്ക്രൈബ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ഫീമെയിൽ റൈറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഷാർലറ്റ് ലെനോക്സ് ഉണ്ട്, ഫീമെയിൽ കഹോട്ട് എഴുതിയ ഷാർലറ്റ് ലെനോക്സ്. അടുത്ത റൈറ്റർ എന്ന് പറയുന്നത്, അടുത്ത രണ്ട് റൈറ്റേഴ്സ് ഉണ്ട്, ഒലിവർ കോൾഡ് സ്മിത്തും റിച്ചർഡ് പ്രിൻഷ്ലി ഷെറിയാനും. അവരെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. സോ അതുകൊണ്ട് ഓക്കെ ഗൈസ്, that's all for today.